കണ്ണൂരിന് പറയാനുള്ള ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് കോരിത്തരിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ്. അതായത് പോരാട്ടത്തിന്റെ, ചെറുത്തുനിൽപ്പിന്റെ, ചങ്കുറപ്പിന്റെ, വിപ്ലവങ്ങളുടെ നാടാണ് കണ്ണൂർ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഒരുപാട് വിപ്ലവകാരികൾക്ക് പിറവി കൊടുത്ത മണ്ണാണ് കണ്ണൂരിൻ്റെത്. അപ്പൊ കണ്ണൂരിൽ നിന്നും സൂപ്പർ ലീഗ് കേരളയിൽ ഒരു ടീം വരുമ്പോൾ, ഒരു ക്ലബ്ബ് വരുമ്പോൾ അതിന് കണ്ണൂർ വാരിയേഴ്സ് എന്നല്ലാതെ എന്ത് പേരാണ് കൊടുക്കുക? കാരണം ഒരു പറ്റം പോരാളികളുടെ നാടാണ് കണ്ണൂർ എന്ന് പറഞ്ഞാൽ. പക്ഷേ കണ്ണൂരുകാരെ സംബന്ധിച്ചിടത്തോളം, മാത്രമല്ല കേരളത്തിലുടനീളമുള്ള ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു നൊമ്പരമായിട്ട് ഇപ്പോഴും തുടരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ VP സത്യൻ എന്ന് പറയുന്ന അതുല്യ പ്രതിഭയുടെ അവരുടെ കാലത്തിലുള്ള മരണമായിരിക്കുന്നതാണ്. അദ്ദേഹത്തിന് അർഹിച്ച രീതിയിലുള്ള ഒരു അംഗീകാരം കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായിട്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഇപ്പോൾ ഈ ഫുട്ബോൾ തെയ്യത്തിന് കണ്ണൂരിന് മുന്നിൽ നയിക്കേണ്ടിയിരുന്ന ഒരു മനുഷ്യനായിരുന്നു VP സത്യൻ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആസിഫ് അലി ഓൺ ചെയ്യുന്ന കണ്ണൂർ വാരിയേഴ്സ് FCയെ ഒരു സ്പാനിഷ് കോച്ചാണ് നയിക്കുന്ന കാര്യം ഓർക്കണം. ലാലിഗയിലൊക്കെ കോച്ച് ചെയ്തതിന്റെ പരിചയമായിട്ടാണ് ചെന്നൈ ഇങ്ങോട്ടേക്ക് വരുന്നത്. മാനുവൽ സാഞ്ചസ് നൊരിയാസ്. പിന്നെ മൊത്തത്തിൽ ഒരു സ്പാനിഷ് വിപ്ലവം അവിടെ ഉണ്ട്. 6 ഫോറിൻ താരങ്ങളിൽ 5 പേരും സ്പാനിഷുകാരാണ്. അതിൽ തന്നെ പ്രധാനപ്പെട്ട താരങ്ങൾ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്രിയാൻ സാർദിനേരോ എന്ന് പറയുന്ന താരം 33-കാരൻ ലാലിഗ